ഓക്കെ, അപ്പോൾ ഹലോ എവരി വൺ. നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്ലാസ്സസുമായിട്ട്. ഓക്കെ, നമുക്കൊരു ബേസിക് ഐഡിയ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. നമ്മൾ 100% കണ്ടൻറ്റും കവർ ചെയ്യത്തില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ഉറപ്പാക്കും, മിനിമം എല്ലാവർക്കും അറിയാം. ഏതൊരു സാധാരണക്കാരന് അക്കൗണ്ടിങ്ങായിട്ട് ഒരു ബന്ധമില്ലാത്തവന് പോലും മിനിമം അറിയാമെന്ന് ഉറപ്പാക്കി നമ്മുടെ ക്ലാസ്സസ് പോകത്തുള്ളൂ. സോ ദിസ് ടൈം വി ആർ ഗോയിങ് ടു സീ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മളെപ്പോഴും സിമ്പിളായിട്ട് പോകുന്നതിൻ്റെ കാര്യം നമ്മുടെ ഒരു മോട്ടീവ് അതാണ്. നമുക്ക് ഇങ്ങനെ എന്താണ് മറ്റേ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ ചെയ്ത് ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുക എന്നതിലുപരി എല്ലാവർക്കും ഒരു മിനിമം ഐഡിയ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഉറപ്പാക്കും. അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക എന്നതാണ് വൈ-കൊമേഴ്സിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളായിരുന്നാലും നമ്മുടെ ബുക്കൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഫ്രീ ആണ്. വൈ-കൊമേഴ്സിൻ്റെ ആപ്പ് നോക്കിയാൽ അറിയാം. നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഇതൊരു സെർച്ച് ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ബാക്കി ടെക്സ്റ്റ് ബുക്കുകൾ അല്ലാത്ത ടെക്സ്റ്റ് ബുക്കുകളും വളരെ ചെറിയ റേറ്റിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നോക്കുക. അപ്പോൾ നമ്മുടെ ബുക്ക് ഇറക്കുമ്പോഴായിരുന്നാലും ഈ പലർക്കും പറ്റുന്നൊരബദ്ധം എന്താണ്, FIUGPയുടെ ഉദ്ദേശം മറന്നിട്ട് കളിക്കുന്ന പലർക്കും പറ്റുന്നൊരബദ്ധം. എല്ലാവരും ആ പഴയ രീതി ഫോളോ ചെയ്ത് പോവാണ്. ബട്ട് വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ് ടു മേക്ക് വാട്ട് FIUGPക്ക് വേണ്ട കണ്ടൻറ് എന്ന രീതിയിൽ തന്നെ പോകാൻ നോക്കുകയാണ്. സംസാരിച്ച് സമയം കളയുന്നില്ല. വി ക്യാൻ ഗെറ്റ് ഇൻ ടു അവർ വർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ നോക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അക്കൗണ്ടിങ്ങിലെത്തി ഈ സാധനം പഠിക്കാതെ പോകത്തില്ല. എപ്പോഴെങ്കിലൊക്കെ ഈ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് കയറി വന്നോളൂ. ഓക്കെ, നമുക്ക് എന്താണ് ഈ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്, അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. പേര് പറയുന്ന പോലെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മിനിമം എത്ര പേര് വേണം? 2 പേരാണ്. ഒരൊരാളെ ഉള്ളൂങ്കിൽ അത് എന്തായിപ്പോയി? സോൾ പ്രൊപ്പറേറ്റർഷിപ്പായി അല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ്സായി. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് മിനിമം 2 ആൾക്കാരെങ്കിലും. അപ്പോൾ മാക്സിമം എത്ര ആവാം എന്നൊരു ചോദ്യമുണ്ട്. മിനിമം 2 ആൾക്കാർ, മാക്സിമം 20 ആൾക്കാരെന്നാണ് ഈ ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ മിനിമം 2 ആൾക്കാർ, മാക്സിമം 20 ആൾക്കാർ ചേർന്നിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ വീഡിയോക്കകത്ത് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഒരു ഇൻട്രഡക്ഷനും അക്കൗണ്ടിങ് എന്ന രീതിയിൽ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, നമ്മുടെ സിലബസ് എന്താ പറയുന്നത് എന്നൊക്കെ ഒന്ന് ഓട്ടിച്ചൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, 2 or 2 ആൾക്കാർ വിച്ച് ക്യാൻ ഗോ അപ് ടു 20 ആസ് പെർ ഇന്ത്യൻ റൂൾസ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട്. 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട്. ആ നിയമപ്രകാരം 20 പേര് എന്താവാം, ഒരു പാർട്ട്ണർഷിപ്പിൽ ജോയിൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന 2 തൊട്ട് 20 വരെയുള്ള ആൾക്കാരുടെ ഒരു സംഘം, അവർ ഒരുമിച്ചൊരു ബിസിനസ് ചെയ്യുന്നു. ഒരുപാട് പേര് ഒരേ സാധനത്തിന് ഓണർഷിപ്പിൽ കാണും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം പറയാൻ പറ്റുന്ന ഇൻഫോസിസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മലയാളിയായ ക്രിസ് ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത? ഈ പറഞ്ഞ പോലെ എണ്ണം പറഞ്ഞ ആൾക്കാർ, ഈ പറഞ്ഞ 20ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക് വരുന്ന നമ്പർ ഓഫ് പീപ്പിൾസ് ആയിരിക്കും അതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓണർ നമ്പർ 1 കാണും, ഓണർ നമ്പർ 2 കാണും, ഓണർ നമ്പർ 3 കാണും. അങ്ങനെ ഓരോ ബിസിനസ്സിനും ഓരോ നമ്പർ ഓഫ് പീപ്പിൾ കാണും. അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? ബിസിനസ് തുടങ്ങാനുള്ള മുതൽ മുടക്ക് ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അവരായിരിക്കും ഇതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്താണെന്ന് വെച്ചാൽ തുല്യമായിട്ട് വീതിച്ചെടുക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ നിങ്ങളൊരു കൂട്ടുകച്ചവടം എന്ന് പറയുന്ന സാധനമാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. നമുക്കിനി നോക്കാം നമ്മുടെ സിലബസ് എന്തൊക്കെയാണ് നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഹിയർ ഇസ് അവർ സിലബസ്. സെമസ്റ്റർ 2 ഇത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാ കൊമേഴ്സുകാരനും ഇത് പഠിക്കുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ യൂണിറ്റ് നമ്പർ 1, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൻ്റെ മീനിങ് എന്താണ് ശ്രദ്ധിക്കുക. പാർട്ട്ണർഷിപ്പിൻ്റെ മീനിങ് അല്ല, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ മീനിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മീനിങ് എന്താണ് അവരുടെ പ്രത്യേകത, പിന്നെ എന്തൊക്കെ അക്കൗണ്ട്സ് ആണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനുള്ളത്? വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. എന്തൊക്കെ അക്കൗണ്ടുകളാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്നുള്ളതാണ്. എന്തൊക്കെ വരാം ഒന്ന് ആലോചിച്ച് നോക്കിയടാ. സാധാരണ ഒരു ബിസിനസ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ് തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? ക്യാപിറ്റലിൽ നിന്നായിരിക്കും. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും എവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്? ക്യാപിറ്റലിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷേ എന്ത് കാണും? ഒരുപാട് ക്യാപിറ്റൽ അക്കൗണ്ടുകൾ കാണും. ഞാൻ അതാണ് പറയുന്നത്, സാധാരണ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള അക്കൗണ്ടുകൾ വ്യത്യാസം വരുന്ന അവിടെയൊക്കെയാണ്. ഒന്നിലധികം എന്ത് കാണും? ക്യാപിറ്റൽ അക്കൗണ്ട് കാണും. കാര്യം എന്തുകൊണ്ടാ? ഒന്നിലധികം ഓണേഴ്സ് ഉണ്ട്. ഓരോരുത്തരും ഓരോ പ്രത്യേക തുകയായിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അവർ പ്രോഫിറ്റൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ഓണേഴ്സിൻ്റെയും കാര്യം കാണിക്കാൻ ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം. ശ്രദ്ധിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് രീതികളും കാര്യങ്ങളൊക്കെ കാണും. ഓക്കെ, വാട്ടർമേക്കും ഒക്കെ അതിലേക്ക് പോവാം. പിന്നെ കോൺസെപ്റ്റ് ഓഫ് LLP. ഓക്കെ, LLP എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. ഒരു കൊമേഴ്സ് വിദ്യാർത്ഥി ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവണം LLP എന്ന വാക്ക്.
ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ? ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ ഇപ്പോൾ ഇത് കേട്ടിട്ടിരിക്കുന്ന ഒരു 3 പേര് ഉടനെ ചെന്ന് ഒരു എഗ്രിമെൻറ്റിൽ എഴുതി ഒപ്പിട്ട് ഞാൻ പാർട്ട്ണർഷിപ്പ് തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്തായി? നിങ്ങൾ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയെന്നായി. പക്ഷേ ഒരു കമ്പനി തുടങ്ങാൻ എന്താണ് അത്ര എളുപ്പമല്ല, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലോ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു കമ്പനിയുടെ അത്ര ബെനിഫിറ്റ്സും കിട്ടുന്നില്ല. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു സാധനമാണ് ഈ LLP എന്ന് പറയുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. അപ്പോൾ കമ്പനിയുടെ കുറേ ബെനിഫിറ്റും കിട്ടും, എന്നാൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു രൂപം തന്നെ താനും. ഞാനിവിടെ അത് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കിപ്പോവും. ഓക്കെ, ഡോണ്ട് വറി. നമ്മുടെ ഈ ബുക്ക് വരുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഓരോന്നും നമുക്ക് നോക്കിപ്പോവാം, കഴിയുന്ന അത്രയും ഭംഗിയായിട്ട് നോക്കിപ്പോവാം. ദെൻ ഉള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് അറിയാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒരുപാടുണ്ട്, ഒരുപാട് റിവിഷനും കാര്യങ്ങളും പലപ്പോഴായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെ, ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് എന്താണ്, മീനിങ്, ഫീച്ചർ, എന്തൊക്കെ അക്കൗണ്ടുകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ക്യാപിറ്റൽ അക്കൗണ്ട് വരും എന്നതുൾപ്പെടെ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരും. പിന്നെ ഉള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു. പിന്നെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, വളരെ രസകരമായ കാര്യങ്ങളാണ് അഡ്മിഷൻ തൊട്ടങ്ങോട്ടുള്ളത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് മാത്രം വരുന്നത് ഒരു പ്രത്യേക പരിപാടിയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ 2 പേര് ചേർന്ന് ഒരു ബിസിനസ് നടത്തുകയാണ്. യൂണിവേഴ്സലി നമ്മൾ പറയുന്ന പോലെ എയും ബിയും. ഓക്കെ, എയും ബിയും ചേർന്ന് എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് നടത്തുകയാണ്. എയും ബിയും ബിസിനസ് നടത്തുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ ബിസിനസ് നടത്താൻ ഇവർക്ക് 1 ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടെന്ന് മനസ്സിലായി. ഇവരെന്ത് ചെയ്യുന്നു, എ ഒരു 50,000 രൂപ കൊണ്ടുവരുന്നു, ബി ഒരു 50,000 കൊണ്ടുവരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, എയും ബിയും കൂടെ ചേർന്ന് അവരുടെ ആ ഒരു ബിസിനസ് വാട്ട് എവർ ഇറ്റ് മേ ബി 1 ലക്ഷം രൂപ എത്തിയല്ലോ, അവർ ആ ബിസിനസ് തുടങ്ങുന്നു. എന്നിട്ട് ഇവർ പറയുന്നത് നമ്മൾ ഈക്വലായിട്ടല്ലേ ക്യാപിറ്റൽ കൊണ്ടുവന്നേ, 1 ലക്ഷം രൂപ ആവശ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ ഈക്വലായിട്ട് 50,000 കൊണ്ടുവന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ബിസിനസ്സിൽ നിന്നുണ്ടാവുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, തുല്യമായി വീതിച്ചെടുക്കാം. അതായത് ഒരു ആദ്യത്തെ വർഷം ഇവർക്ക് ഒരു 10,000 പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ ഇവരെങ്ങനെ വീതിച്ചെടുക്കും, ഈ 10,000-ൽ നിന്ന് 5,000 എക്ക് പോവും, അടുത്തൊരു 5,000 ബിക്ക് പോവും. ഇങ്ങനെ ഇവർ വീതിച്ചെടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇത് ഞാൻ പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, വെറുതെ ഇവർ പറഞ്ഞ് പോകത്തില്ല. ഇവരെന്തുണ്ടാക്കും, ഒരു പ്രോപ്പർ എഗ്രിമെൻ്റ് ഉണ്ടാക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിസിനസ്സിന് ഇന്നതാണ് ക്യാപിറ്റൽ വേണ്ടത്, അത് നമ്മൾ ഈ ഷെയറിൽ കൊണ്ടുവരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ഇങ്ങനെയായിരിക്കും ഷെയർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കൃത്യമായി ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ഉണ്ടാക്കും. അതിനാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ അറിയേണ്ടത് തിയറിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്ക് വരാം. നമ്മുടെ ബിസിനസ്സിൽ നിലവിൽ നമ്മൾ പറഞ്ഞ ബിസിനസ്സിൽ എയും ബിയും കൂടെ 1 ലക്ഷം രൂപ ആവശ്യം ഉണ്ടായിരുന്നു, 50,000 ഇട്ട് കൊണ്ടുവന്നു, പ്രോഫിറ്റ് നമുക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനൊരു ഐഡിയ കിട്ടി. പക്ഷേ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 80,000 രൂപയും കൂടെ എന്ത് വേണം, അഡീഷണൽ വേണം. എയും ബിയും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ 80,000 കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോഴാണ് ആര് രംഗപ്രവേശനം നടത്തുന്നത്, നമ്മുടെ സി വരുന്നത്. എ എന്ന് പറയുന്ന മനുഷ്യനും ബി എന്ന് പറയുന്ന മനുഷ്യനും നടത്തിക്കൊണ്ടുവന്ന ബിസിനസ്സിൽ അവർ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് 2 കൂടെ 50,000 വെച്ച്. പക്ഷേ ഇനി ഒരു 80,000 കിട്ടിയാൽ ബിസിനസ്സിനെ വളർത്താൻ പറ്റും, എന്നാൽ ഇവരുടെ കയ്യിൽ കാശില്ല താനും. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഇവർ സിയെ കണ്ടുമുട്ടുന്നത്. സി എന്ത് പറഞ്ഞു, 80,000 കാര്യമല്ല, ഞാൻ തരാം, പക്ഷേ എന്നെ എന്താക്കണം, നിങ്ങളുടെ പാർട്ട്നേഴ്സിൽ ഒരാളാക്കി മാറ്റണം. ഈ ഒരു പരിപാടിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നേടാ, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. മനസ്സിലായില്ലേ? ക്യാപിറ്റലിന് വേണ്ടി മാത്രമായിരിക്കില്ല, എന്ത് കാര്യത്തിനായിക്കോട്ടെ, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഒരു പുതിയൊരാളെ അഡ്മിറ്റ് ചെയ്യുന്നു, ഒരാളെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നതിനാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തായിരിക്കും ഒരു മേജർ ഇഷ്യൂ നമ്മൾക്കിവിടെ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എയും ബിയും കൂടി ഈക്വലായിട്ടായിരുന്നു ഷെയർ ചെയ്യുന്നത്. അതായത് നേരെ പകുതി എക്ക് പോവും, അടുത്ത പകുതി ബിക്ക് പോവും. ഇനി സി കൂടെ കയറി വരികയല്ലേ. സി കയറി വരുമ്പോൾ ഇനി പ്രോഫിറ്റിനൊരു പങ്ക് സിക്കും കൂടെ കൊടുക്കണ്ടേ. അത് മാത്രമല്ല, എങ്ങനെ കൊടുക്കും, ഇവർ 50,000 കൊണ്ടുവന്നു, അയാൾ 50,000 കൊണ്ടുവന്നു,
ഇയാൾ കൊണ്ടുവന്ന് ഇവരെക്കാൾ കൂടുതലാണ്, 80,000 കൊണ്ടുവന്നത്. ഇപ്പോൾ സിക്ക് എങ്ങനെ കൊടുക്കും? ഇവർ ഈക്വലായിട്ട് 3ആയിട്ട് വിധിച്ചാൽ ശരിയാവില്ലല്ലോ. കാര്യം ഇവർ രണ്ടുപേർ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ പൈസ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? സി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിക്ക് എന്ത് വേണം? കൂടുതൽ പൈസ കൊടുക്കണം, കൂടുതൽ പ്രോഫിറ്റിലെ ഷെയർ കൊടുക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു വീതിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്? അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണറിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് പോകുന്നേ ഉള്ളൂ. നമ്മൾ കൃത്യം ഓരോന്നിനെ കണക്ക് ചെയ്ത് തന്നെ പോകും, പേടിക്കണം. ഇനി അഡ്മിഷൻ കഴിഞ്ഞ ഉടനെ ഇവർ പറയുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ വരാമായിരുന്നു. അത് ഇവർ ഇവിടെ കൊണ്ട് പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മൾ എയും ബിയും സിയും കൂടെ എന്ത് തീരുമാനിച്ചു? എന്തോ റേഷ്യോയിലൊക്കെ ഇവർ പിന്നെ പറഞ്ഞുറപ്പിച്ചൊരു റേഷ്യോയിലേക്ക് ബിസിനസ് ചെയ്ത് പോവാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ബി എന്ത് ചെയ്യാണ്? ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ്. അല്ലെങ്കിൽ ബി എന്ത് ചെയ്യാണ്? എനിക്ക് വയസ്സായി, എനിക്കിനി ബിസിനസ് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, എനിക്ക് ബിസിനസ് ചെയ്യാൻ വയ്യ എന്ന് കളഞ്ഞിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അഡ്മിഷൻ പറഞ്ഞതുപോലെ ഒരാൾ ലീവ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, ഈ ലീവ് ചെയ്യുന്നതിൻ്റെ റീസൺ പലതാവാം. ഒരു പക്ഷേ അയാളുടെ ഡെത്ത് ആയിരിക്കും, അയാൾ മരിച്ചിട്ട് അയാളുടെ പിന്നെ ബിസിനസ്സിൽ നിന്ന് ഒഴിഞ്ഞ് മാറുന്നതാവാം. ഇല്ലെങ്കിൽ എന്താവാം, പിന്നെ അയാൾ ബിസിനസ് മടുത്തിട്ട് പോകുന്നതാവാം. അങ്ങനെ എന്ത് കാരണമായിക്കോട്ടെ, എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ പാർട്ട്നേഴ്സിൽ ഒരാൾ ബിസിനസ് ലീവ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ അഡ്മിഷൻ പറഞ്ഞു, ഇവിടെ എന്ത് ചെയ്യുന്നു? ലീവ് ചെയ്യുന്നു. അവിടെയും ഇവരൊരു കാര്യം അറിയണം. എന്താണ്? ഈ പോകുന്ന മനുഷ്യൻ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നതല്ലേ. ഫോർ എക്സാമ്പിൾ, എയും ബിയും സിയും കൂടെ അവരുടെ കിട്ടുന്ന പ്രോഫിറ്റിനെ 1:1:2 എന്നൊരു റേഷ്യോയിൽ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു. അതായത് 1/3 അല്ല, 3 അല്ല, 1/4 1/4 2/4 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഇവർ ഷെയർ ചെയ്തത്. ഇതെങ്കിൽ ചിലർക്കെങ്കിലും ഇത് മനസ്സിലാവുന്നുണ്ടാവില്ല, ഈ 1/4 അങ്ങനെ വന്നു എന്നുള്ള. പേടിക്കേണ്ട, കണക്കിൻ്റെ ആവശ്യം വരുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. ഇങ്ങനെ റേഷ്യോയിലാണ് ഇവർ എന്ത് ചെയ്തത്? 3 പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ നിന്ന് ഒരു മനുഷ്യനെ ഇറങ്ങി പോവുകയാണ്, മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോകുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ബാക്കി നിൽക്കുന്നവരെങ്ങനെ ഇനി പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ അതിനും ഉത്തരം നമ്മൾ തന്നെ അക്കൗണ്ടിങ്ങിലൂടെ കണ്ടെത്തണം. അക്കൗണ്ടിങ് അല്ല, നമ്മളല്ലാതെ കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ അങ്ങനെ അക്കൗണ്ട് ചെയ്ത് പോകുന്നതാണ് ആ പ്രോഫിറ്റ് ഷെയർ ചെയ്ത്. അപ്പോൾ ഒരു മേജർ ഇഷ്യൂ വരുന്നത് പ്രോഫിറ്റ് ഷെയറിങ് തന്നെയാണ്. അപ്പോൾ ഇത് ഒരാൾ പോകുമ്പോൾ എന്ത് ചെയ്യണം, ഒരാൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യം അറിഞ്ഞാൽ ഏതാണ്ട് നിങ്ങൾ ഇതിൻ്റെ കണക്ക് ചെയ്യാൻ സേഫാണ്. ഇനി എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, അതായത് പാർട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടി പോവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ അവിടെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഒരു ബിസിനസ്, ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, നിർത്തിക്കൊണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വല്ല പൈസ തരാനുണ്ടെങ്കിൽ വാങ്ങണം, അങ്ങോട്ട് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കണം. അങ്ങനെ ആ ബിസിനസ് അങ്ങ് സെറ്റിൽ ചെയ്യണം. ബിസിനസ്സിനുള്ള അസറ്റുകളെല്ലാം വിൽക്കണം, കടങ്ങളെല്ലാം വീട്ടണം, അല്ലേ? അങ്ങനെ കുറച്ച് നടപടിക്രമങ്ങളുണ്ടാവില്ലേ? അതിനൊന്ന് പ്രോപ്പറായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതെടുത്ത് പറയാനുള്ള കാര്യം, ക്യാപിറ്റലിനെ 2 രീതിയിൽ കൊണ്ടുപോകാം. ഒരാൾക്ക് തന്നെ 2 ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്ന വിധത്തിലും ഒരൊറ്റ അക്കൗണ്ട് വരുന്ന വിധത്തിലൊക്കെ പോവാം. അതൊക്കെ എന്താണ് നമുക്ക് നോക്കാൻ, പേടിക്കേണ്ട. റിയലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നത് ഡിസൊല്യൂഷൻ്റെ, ഇവർ ഇവിടെ കൊണ്ട് നമ്മൾ മാറ്റി തിരിച്ച് എഴുതിക്കുന്ന ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നത് ബിസിനസ്സിൻ്റെ ഡിസൊല്യൂഷൻ്റെ സമയത്താണ്, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, ഇൻസോൾവൻസി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മുടെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപ്പരായി മാറുക. നമ്മുടെ പാർട്ട്നേഴ്സിലൊരാൾ കടം വീട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഗാർണർ വേഴ്സസ് മുറേ റൂളുണ്ട്. എന്തിനാ? ഒരു പാർട്ണർഷിപ്പിൻ്റെ അകത്ത് ഒരു റൂളുണ്ട്, ഗാർണർ വേഴ്സസ് മുറേ റൂൾ. തൽക്കാലം അതൊന്നും അറിയേണ്ട, ജസ്റ്റ് ഇൻട്രൊഡ്യൂഷനാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പിന്നെ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഇൻ്റർപ്രറ്റിംഗ് ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണർഷിപ്പ്. ഓക്കെ, ഒരു പാർട്ണർഷിപ്പിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വെരി ഗുഡ്. ഒരു ആപ്ലിക്കേഷൻ തലത്തിൽ ഒരു സംഭവമാണ്, അതിലേക്ക് നമ്മൾ പോകണം. പിന്നെ കേസ് സ്റ്റഡീസ് പറ്റുമെങ്കിൽ നോക്കുക എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ പാർട്ണർഷിപ്പ് ഫേംസിൻ്റെ അക്കൗണ്ടുകൾ റിയൽ ലൈഫിൽ എന്താ ചെയ്യുന്നതെന്നൊക്കെ കാണാൻ പറ്റിയ നല്ല കാര്യം. ഞാൻ പറഞ്ഞില്ലേ, FIUGP എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്, വെറുതെ പറഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിപ്പിക്കുക എന്നതിൽ നിന്ന് മാറി റിയൽ ലൈഫ് ആപ്ലിക്കേഷനിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. മാക്സിമം ഒരു റിയൽ ലൈഫ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ട് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടെ നമ്മൾ പഠനം കംപ്ലീറ്റ് ആവുന്നുള്ളൂ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ നമ്മളിനി വരുന്ന വീഡിയോയിൽ ഓരോന്നായിട്ട് നോക്കിക്കും. തിയറിക്കും അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, കാര്യം കണക്ക് മാത്രമല്ല. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെർട്ടിക്കുലർ എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് ഇടുക. നമ്മൾ ബുക്ക് പറഞ്ഞു, പ്രിൻറ്റഡ് ബുക്കായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട് ഇപ്രാവശ്യം വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, പൈസ ഒന്നും കൊടുക്കണ്ട. എത്രയും പെട്ടെന്ന് കൊമേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തുണ്ടെങ്കിലും ലെറ്റ് us know. താങ്ക് യു ഓൾ.